So, last class we have discussed about centerless grinding. Centerless grinding. എന്താണ് സെൻട്രലെസ് ഗ്രൈൻഡിങ്? സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സെൻട്രലെസ് ഗ്രൈൻഡിങ് എങ്ങനെ ചെയ്യും അല്ലേ? എത്ര ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് സെൻട്രലെസ് ഗ്രൈൻഡിങ്, ലൈക്ക് ത്രൂ ഫീഡ്, എൻഡ് ഫീഡ്, ഇൻ ഫീഡ് അല്ലേ? സോ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ പറഞ്ഞത് അഡ്വാൻസസ് ഓഫ് സെൻട്രലെസ് ഗ്രൈൻഡിങ് ആണ്. ഇതൊരു സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? സിലിണ്ട്രിക്കൽ ഗ്രൈൻഡിങ്ങിൽ തന്നെ സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജോബ് സെറ്റിംഗ് ആണ് അല്ലേ? ജോബ് സെറ്റിംഗ് വേണ്ട, ജോബ് സെറ്റിംഗ് ഈസ് നോട്ട് റിക്വയർഡ് അല്ലേ? അതൊരു ഫ്ലൂട്ടിംഗ് കണ്ടീഷനിലാണ് സംഭവിക്കുന്നത് അല്ലേ? സോ ടോട്ടലി പ്രൊഡക്ഷൻ ടൈം എന്ന് പറയുന്നത് വളരെ ലെസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും ഇൻ സെൻട്രലെസ് ഗ്രൈൻഡിങ് അല്ലേ? സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ട് മാസ് പ്രൊഡക്ഷനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ്ലി സൈസ് ഓഫ് ദ വർക്ക് പീസ് ക്യാൻ ബി ഈസിലി കൺട്രോൾഡ്. ഇനി വേറെ തന്നെ ഒരു വർക്ക് ഹോൾഡിംഗ് ഡിവൈസും കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. സോ ദർ ഇസ് നോ അതർ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഒന്നും വേണ്ട. ചെറിയൊരു വർക്ക് റെസ്റ്റ് എന്ന് പറയുന്ന സംഭവം പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതി അല്ലേ? ഇതാണ് നമ്മൾ സെൻട്രലെസ് ഗ്രൈൻഡിങ്ങിനെ പറ്റി പറഞ്ഞത്. വിൽ ടോക്ക് അബൌട്ട് ഇന്റേണൽ ഗ്രൈൻഡേഴ്സ്. അപ്പം നമ്മൾ സർഫേസ് ഗ്രൈൻഡർ പഠിച്ചു. നൗ ഇറ്റ് ഇസ് ഇന്റേണൽ ഗ്രൈൻഡേഴ്സ്. സർഫേസ് ഗ്രൈൻഡർ അല്ല, സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ പഠിച്ചു. Now we're talking about internal grinder, then you have surface grinder. Okay, ഇനി ഇന്റേണൽ ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്റേണൽ ബോർസ് ഉണ്ടല്ലോ, ഇന്റേണൽ ബോർസ്, ട്യൂബ്സ്, അതൊക്കെ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ടാപ്പറിങ് എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക, കൂടുതൽ ഒന്നോ ഒന്നിലധികമോ ഡയമീറ്റേഴ്സ് ഉള്ള രീതിയിൽ അത് നൈസായിട്ട് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഇന്റേണൽ ഗ്രൈൻഡേഴ്സ് ഉപയോഗിക്കുന്നത് മോസ്റ്റ്ലി. സോ യൂസ് ടു ഫിനിഷ് സ്ട്രെയിറ്റ് ഓർ ടാപ്പേർഡ് ഓർ ഫോംഡ് ഹോൾസ് ടു ദ കറക്റ്റ് സൈസ്, ഷേപ്പ് ആൻഡ് ഫിനിഷ്ഡ്. ഓക്കെ, സോ ഇന്റേണൽ ബോർസ്, ട്യൂബ്സ് അതൊക്കെ സ്ട്രെയിറ്റ് ചെയ്യുക, അല്ലെ ടാപ്പർ ചെയ്യുക, സ്റ്റെപ്പ് ചെയ്യുക, എന്നിട്ട് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുക, കറക്റ്റ് സൈസിലോട്ട് മാറ്റുക. ഓക്കെ, ദാറ്റ് ഈസ് the main purpose which internal grinders are used. So internal grinders, according to the general construction, internal grinders എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കിംഗ് ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് ഹോൾഡിംഗ്, വർക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പ് എന്ന് കൂടി വിളിക്കും. ചക്കിംഗ് ടൈപ്പ് ഓർ വർക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പ്, പ്ലാനറ്ററി ടൈപ്പ്, സെൻട്രലെസ് ടൈപ്പ്, 3 രീതിയിലാണുള്ളത്. ഓക്കെ, അപ്പം പൊതുവേ ഇന്റേണൽ ഗ്രൈൻഡേഴ്സിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹോള്, അത് ഒരു ഇന്റേണൽ പാർട്ട് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരിക, സർഫേസ് ഗുഡ് ക്വാളിറ്റി സർഫേസ് പ്രൊവൈഡ് ചെയ്യുക, അതിന് നല്ലൊരു ഷേപ്പ്, സൈസ്, കറക്റ്റ് സൈസ് ആൻഡ് ഷേപ്പ്, ഓക്കെ, അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്റേണൽ ഗ്രൈൻഡേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ പ്രിസിഷൻ ഗ്രൈൻഡേഴ്സിൽ നമുക്ക് ഫസ്റ്റ് വരുന്നൊരു പാർട്ട് ചക്കിങ് അല്ലേ? ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ചക്കിങ്, അല്ലെങ്കിൽ വർക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പ്, ഓക്കെ, അല്ലെങ്കിൽ ചക്കിങ് ടൈപ്പ് എന്ന് പറയും. സോ ഇത് കോമൺലി യൂസ് ചെയ്യുന്നത്, അതായത് വർക്ക് പീസ് ഇസ് ചക്ക്ഡ് ആൻഡ് റൊട്ടേറ്റഡ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് എന്നാണ് പറയാം. അപ്പം നമ്മൾ വർക്ക് പീസ് നമ്മൾ ഹോൾഡ് ചെയ്യും, then we will be rotating it upon its own axis. So ഇതിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട ഗ്രൈൻഡിങ് വീൽ കോണ്ടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മൾ ഉള്ളിലോട്ട് എന്ത് കൊടുക്കും, നമ്മുടെ വർക്ക് പീസ്, അതായത് വർക്ക് ഹോൾഡ് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിലാണ് അല്ലെ, ഇന്റേണലിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇന്റേണലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളിലോട്ട് ട്രാവേഴ്സ് മോഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്രൈൻഡിങ് വീല് റൊട്ടേറ്റ് ചെയ്യിക്കും. സോ ഓൾറെഡി നമുക്ക് വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വീലും അതിൻ്റെ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ, അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റർ അല്ലെ, ബാക്ക് ആൻഡ് ഫോർത്ത് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ഹോൾ. അങ്ങനെയാണ് നമ്മൾ ചക്കിങ് എന്ന് പറയുന്ന
ഒരു പർട്ടിക്കുലർ ടൈപ്പ് അല്ലെ ചെക്കിംഗ് ടൈപ്പ് ഇന്റേണൽ ഗ്രൈൻഡേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ ദീസ് chucking type grinders are commonly used in tool and die റൂംസിലാണ് കോമൺ ആയിട്ട് നമ്മൾ ഈ വർക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ചെക്കിംഗ് ടൈപ്പ് ഇന്റേണൽ ഗ്രൈൻഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ദിസ് ഇസ് ദിറ്റ്. ഈ ഒരു ഫോട്ടോ ആണല്ലേ സെൻറ്റർ സ്റ്റാൻഡേർഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ദിസ് വൺ നമുക്ക് വർക്ക് പീസ് ഉണ്ടാവും. വർക്ക് പീസ് ചക്ക് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക, ഹോൾഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. കൺസിഡർ ദിസ് ആസ് എ ഗ്രൈൻഡിങ് വീൽ. സോ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ, ഉള്ളിലോട്ട് പുറത്തോട്ടുമായിട്ടുള്ള ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ഹോൾ. Okay, since workpiece is rotating, it will cover all the portion, right? മനസ്സിലാവുന്നില്ലേ? ഇന്റേണൽ ഗ്രൈൻഡിങ്, റൈറ്റ്? ഓക്കെ, ദിസ് ഇസ് ക്വൈറ്റ് സിമ്പിൾ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. അതിൽ ആലോചിക്കുക, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു? വീല് ബാക്ക് ആൻഡ് ഫോർത്ത് റെസിപ്രോക്കേഷൻ മോഷൻ വരുന്നു. സോ ദാറ്റ് ദിസ് വിൽ കവർ ഹോൾ ടോട്ടൽ ഹോളിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ, നമുക്ക് ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് വർക്ക് സംഭവിക്കുന്നത്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് വൺ ഈസ് പ്ലാനറ്ററി ടൈപ്പ്. പ്ലാനറ്ററി ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ പ്ലാനറ്ററി ടൈപ്പ്, ഓക്കെ, പ്ലാനറ്ററി ടൈപ്പ് ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ചെക്കിംഗ് ടൈപ്പ് പോലെ തന്നെ വി ഡു ഹാവ് വർക്ക് പീസ് ആൻഡ് എ പെർട്ടിക്കുലർ വീൽ. ബട്ട് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട്, ചെക്കിങ്ങിൽ നമ്മളിപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ അല്ലെങ്കിൽ ട്രാവേഴ്സ് മോഷൻ എന്ന് പറയുന്നത് ചെക്കിംഗ് ടൈപ്പിൽ വീലിനാണെന്ന് പറഞ്ഞു അല്ലേ. But here it is for workpiece. So workpiece is mounted on a reciprocating tappet and is not revolved. Okay, so workpiece ഒരു reciprocating motion ആണ് കൊടുക്കുന്നത്. It won't be revolving. Okay, അത് ഇത് ഈ ഗ്രൈൻഡിങ് വീലിനാണ് നമുക്ക് റൊട്ടേറ്ററി മോഷൻ കൊടുക്കുന്നത്. സോ ദ ഗ്രൈൻഡിങ് വീൽ വിൽ ബി റൊട്ടേറ്റിംഗ്. ഓക്കെ, സോ ഇൻ പ്ലാനറ്ററി ടൈപ്പ് ദ wheel spindle is so arranged that besides rotating its own axis, it can also be made to run eccentrically. ഈ വീലിന് നമുക്ക് ഇപ്പോൾ കാണുന്ന പോലെ ദിസ് വൺ പ്ലാനറ്ററി റിവോൾവിംഗ് ഗ്രൈൻഡിങ് വീൽ ആക്സിസ്. ആലോചിക്കുക, ഇതിന് വീലിന് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇറ്റ് ക്യാൻ റൺ. ഓക്കെ, ഇത് ടോട്ടൽ ഉള്ളിലുള്ള എല്ലാ സ്പേസിലോട്ടും റണ്ണ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് ഇറ്റ്സ് ഓൺ ആക്സിസ്, ഈ ആക്സിസ് റൊട്ടേഷൻ കൂടാതെ തന്നെ ഈ വർക്ക് പീസിൽ ത്രൂ ഔട്ട് റൊട്ടേഷൻ, ഇതിലുള്ളതുപോലെ തന്നെ ത്രൂ ഔട്ട് റൊട്ടേഷനും കൂടി ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്ലാനറ്ററി ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഫിഗർ. ഈ രണ്ട് ഫിഗറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാണ്? chucking and planetary. Got it? ചക്കിങ്ങിൽ സംഭവിക്കുന്നത് വർക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പ് ഇന്റേണൽ ഗ്രൈൻഡേഴ്സിൽ സംഭവിക്കുന്നത് ദിസ് ഇസ് എ ഇൻ വർക്ക് റൊട്ടേറ്റിംഗ് ടൈപ്പ് internal grinder is a precision grinder in which the workpiece is chucked and rotated about its own axis to bring all parts of the bore അല്ലെങ്കിൽ ഏത് സർഫേസ് ആണോ അത് to get in contact with this grinding wheel so that the wheel will be reciprocated back and forth throughout the length of the hole. അതാണ് നമ്മൾ ചെക്കിംഗ് എന്ന് പറയുന്നത്. ഇൻ പ്ലാനറ്ററി, ഓക്കെ, grinding wheel is given rotatory and planetary motion to grind the cylindrical holes. This hole എന്ന് പറയുന്നത് വർക്ക് പീസിലാണ് അല്ലേ, വർക്ക് പീസിലാണ് ഹോൾ ഉണ്ടാവുക. സോ this work piece will be held, okay, on a table, which so that on table or somewhere, so that this workpiece will be giving a rotatory motion. Not rotatory, reciprocating motion. Workpiece will be giving a reciprocating back and forth motion, and it's not revolved.
ഗ്രൈൻഡിങ് വീലിന് റൊട്ടേറ്ററി മോഷൻ കൊടുക്കുന്നു. ഇറ്റ്സ് ഓൺ ആക്സിസ് ആസ് വെൽ ആസ് ഈ ഒരു ടോട്ടൽ പോർഷൻ, ഹോളിൻ്റെ പോർഷനിൽ ത്രൂ ഔട്ട് റണ്ണ് ചെയ്യാനുള്ള ഒരു മോഷൻ കൂടി ഗ്രൈൻഡിങ് വീലാണ് ചെയ്യുന്നത്. സോ ലിമിറ്റഡ് ടു ദ ലാർജ് ആൻഡ് ഔട്ട്വേർഡ് വർക്ക് പീസസ്, വളരെ ലാർജ് ആയിട്ടുള്ള വർക്ക് പീസസിലൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, ഗ്രൈൻഡിങ് വെച്ച് പ്ലാനറ്ററി ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് chucking type or work rotating type and planetary type internal grindings machine. മനസ്സിലായിട്ടില്ലേ? ഹലോ, യെസ്, മനസ്സിലായില്ലേ എന്താണ് വ്യത്യാസം എന്നുള്ളത്? പ്ലാനറ്ററി ടൈപ്പും ചക്കിംഗ് ടൈപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യെസ്. നൗ സെന്റർലെസ്. ഓക്കെ, സെന്റർലെസ് ഇന്റേണൽ ഗ്രൈൻഡ്. എന്താണ് സെന്റർലെസ് ഇന്റേണൽ ഗ്രൈൻഡ്? നമ്മൾ നേരത്തെ പറഞ്ഞു സെന്റർലെസ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു അല്ലെ. സെന്റർലെസ് ഇന്റേണൽ ഗ്രൈൻഡിങ് എങ്ങനെയാണ് എന്നുള്ളത് പറയാം. സോ ഇൻ സെന്റർലെസ് ഇന്റേണൽ ഗ്രൈൻഡിങ്, ഓക്കെ, വർക്ക് ഈസ് സപ്പോർട്ടഡ് ബൈ 3 റോൾസ്. 3 റോൾസ് ഉണ്ടാവും. റെഗുലേറ്റിംഗ് റോൾ ഉണ്ടാവും, 2 സപ്പോർട്ടിംഗ് പ്രഷർ റോൾസ് ഉണ്ടാവും. ആസ് ഷോൺ ഇൻ ഫിഗർ യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, ഇൻ സെന്റർലെസ് internal grinding, work is supported by 3 roles. Regulating role ഉണ്ടാവും, 2 pressure റോളും ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ വർക്ക് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി, പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി, ഫേമായിട്ട് ഹോൾഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ സപ്പോർട്ടിംഗ് പ്രഷർ റോൾ എന്ന് പറയുന്നത് വരുന്നത്. ഓക്കെ, സോ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത് വർക്കിൻ്റെ ഇൻസൈഡ് അല്ലേ, നമുക്ക് ഇൻസൈഡ് ആണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റേണൽ ഗ്രൈൻഡേഴ്സ് എന്ന് പറയുന്നത് അല്ലേ, ഇന്റേണൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, സോ വർക്ക് പീസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇന്റേണൽ ഗ്രൈൻഡിങ് വീല് ഇന്റേണലി വർക്കിൻ്റെ ഇന്റേണൽ സർഫേസിൽ rotate ചെയ്യുന്നു. So the grinding wheel and the workpiece rotates in same direction while regulating wheel in opposite direction. So you can see this regulating wheel. Regulating wheel എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങുന്നു. വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലോട്ട് തന്നെ ഗ്രൈൻഡിങ് വീല് റൊട്ടേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ സെന്റർലെസ് ഇന്റേണൽ ഗ്രൈൻഡിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്റേണൽ സെന്റർലെസ് ഗ്രൈൻഡിങ്സ് ആർ യൂസ്ഡ് ടു ഗ്രൈൻഡ് internal diameters. So internal diameters with particular purpose of okay, outside diameter, inside diameter directly. Like നമുക്ക് ഒരു regulating wheel, we do have a regulating wheel and 2 supporting pressure wheels so that you can hold the workpiece firmly and do the internal grindings a bit more accurately. Okay, സോ സെൻറ്റർലെസ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇന്റേണൽ ഗ്രൈൻഡിങ്സിൽ നമുക്ക് സെൻറ്റർലെസ് ഗ്രൈൻഡിങ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഇന്റേണൽ സെൻറ്റർലെസ് ഗ്രൈൻഡിങ്. ദസ് we obtain a very accurate size and good surface finish. Okay, comparatively ബാക്കിയുള്ള 2 precision grinders like internal grinders അല്ലെ, 2 types of internal grinders പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? Planetary type, checking type. So checking and planetary, comparing to the centerless grinding will be providing more accuracy and surface finish. Okay, സോ ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേവിനെസ് അല്ലെ, സർഫേസ് റഫ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട്. റിമെമ്പർ, ഏതൊരു വർക്ക് പീസ് നമുക്ക് മെറ്റൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും കാണുമ്പം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ സർഫേസ് ഫിനിഷ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും there will be some waviness or roughness, something like that. So by using this internal grinders we can eliminate this type of errors like waviness
ഓക്കെ. സോ ഇന്റേണൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇന്റേണൽ ഗ്രൈൻഡേഴ്സ്. സോ ഇന്റേണൽ ഗ്രൈൻഡേഴ്സ്. നൗ നമുക്ക് സർഫേസ് ഗ്രൈൻഡർ ആണ് പറയുന്നത്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഷോ യു വൺ വീഡിയോ. ഇന്റേണൽ internal grinding machine, right? That's right. Internal grinding. ഇത് ഒരു സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് മെഷീനിന്റെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? റൈറ്റ്, കാണാൻ പറ്റുന്നില്ലേ? ഹലോ. സോ എന്താണ് ഒരു സാധാരണ, ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ ലെയ്ത്ത് പോലെ ഉണ്ട് അല്ലേ? ലെയ്ത്ത് തന്നെ, ഒരു ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ഹെഡ് സ്റ്റോക്ക് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞിരുന്നത്. സോ സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ്, ഒരു ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും, ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവും, ദെൻ ചക്ക് അല്ലേ, ഹോൾഡിംഗ് ഡിവൈസ്, ക്രോസ് ഫീഡ് വീൽസ്, ടേബിൾ മൂവ്മെന്റിന്റെ ഹാൻഡ് വീൽസ്, ദെൻ ബേസ്, ഗ്രൈൻഡിങ് വീൽ ഈസ് ദെയർ അല്ലേ? ഗ്രൈൻഡിങ് വീൽ അറ്റാച്ച് ചെയ്താണ്ടല്ലേ? ഗ്രൈൻഡിങ് വീലാണ് നമ്മുടെ ടൂള്. സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതിനെയാണ് നമ്മൾ ഓക്കെ എല്ലാവരും ഓർമ്മയുണ്ടാവുന്നതായിരിക്കുന്നു. ഇൻ സിലിണ്ടറിക്കൽ ഗ്രൈൻഡർ ദ വർക്ക് പീസ് ഇസ് റൊട്ടേറ്റഡ് അബവ് ഇറ്റ്സ് സെന്റർ. ഓക്കെ, റൈറ്റ്. സെന്റേഴ്സ് ഉണ്ട്, 2 സെന്റേഴ്സ് ഉണ്ട്. Right, the workpiece can be fed longitudinally by tab. അത് കമ്പയർ ഡയറക്റ്റ്ലി നമ്മൾ പഠിച്ച സെയിം കാര്യങ്ങളാണ്, ഒരു വ്യത്യാസമില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു ഫിഗർ കാണിച്ചു എന്ന് മാത്രം. ഒരു വർക്കിംഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ സർഫേസ് ഗ്രൈൻഡർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൈൻഡിങ്. സർഫേസ് ഗ്രൈൻഡിങ് അല്ല, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ സംഭവം. റൈറ്റ്, ഇനി ഇന്റേണൽ ഗ്രൈൻഡിങ്സ് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാം. ദിസ് ഇസ് ഇന്റേണൽ ഗ്രൈൻഡിങ് ടൈപ്പ്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. ഇന്റേണൽ ഗ്രൈൻഡിങ്, നമ്മൾ ഗ്രൈൻഡിങ് ഇന്റേണലി ആണ് ചെയ്യുന്നത്. ഓക്കെ, whatever it is. Yes, ഇതാണ് ഇന്റേണൽ ഗ്രൈൻഡിങ്. ഓക്കെ, യു ക്യാൻ സീ ദിസ് ഇസ് എ ഗ്രൈൻഡിങ് വീൽ. ഒരു ഓറഞ്ച് കളറിൽ കാണുന്നില്ലേ? ദിസ് ഇസ് ദ ഗ്രൈൻഡിങ് വീൽ. ഓക്കെ, ചക്കിങ് ടൈപ്പ് ആണ്. ചക്ക് റിവോൾവ് ചെയ്യുന്നുണ്ട്. വി വിൽ ജസ്റ്റ് പുഷ് ദിസ് അല്ലെ, ചെറുങ്ങനെ പുഷ് ചെയ്യുന്നതാണെന്നല്ലേ, റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതാണെന്നല്ലേ. ടോട്ടലി ക്യാൻ യു ഫോളോ ചെയ്യുന്നില്ലേ? ശ്രദ്ധിക്കുക, ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ വർക്ക് പീസിന്റെ ഉള്ളിലോട്ട് അല്ലേ, നമ്മൾ ഗ്രൈൻഡിങ് വീല് റെസിപ്രോക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബാക്ക് ആൻഡ് ഫോർത്ത്. റൈറ്റ്, കാണാൻ പറ്റുന്നില്ലേ? ഉള്ളിലോട്ട് കയറുന്നു, അതുപോലെ പുറത്തോട്ട് ഇറങ്ങുന്നു. റൈറ്റ്, യെസ്, ദിസ് ഇസ് ഇറ്റ്. ഇനി നിങ്ങൾ ഈ ഒരു സെറ്റപ്പിൽ തന്നെ ജസ്റ്റ് തിങ്ക് ദാറ്റ് ദിസ് ഇസ് നോട്ട് റൊട്ടേറ്റിംഗ്. ഇത് നമ്മുടെ അടുത്തോട്ട് വരുന്നു. ഓക്കെ, വർക്ക് പീസ് നമ്മുടെ അടുത്തോട്ട് വരുന്നു.
ഈ ഒരു പർട്ടിക്കുലർ ഗ്രൈൻഡിങ് വീലിന് നിങ്ങൾ ഇപ്പോൾ കണ്ടതുപോലെ ഇങ്ങനെ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ, ഒരു സ്ഥലത്ത്. സോ ദിസ് വിൽ ബി റൊട്ടേറ്റിംഗ്, ഇതിൽ ഫുൾ ത്രൂ ഔട്ട് റൊട്ടേഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ പ്ലാനറ്ററി ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, let me see, we have internal planetary type. Okay, internal planetary type. Planetary internal grinder. Okay. Planetary grinding machines. Okay, let it be that this one. See this planetary grinding machine. This is industrial type. Okay, planetary ഗ്രൈൻഡിങ് വീലിന് ടോട്ടൽ റൊട്ടേഷൻ കൊടുത്തിട്ട്, ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ വ്യക്തമാവണമെന്നില്ല. ഡിഫറെൻറ്റ് ടൈപ്സ് പ്ലാനറ്ററി, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നിങ്ങൾ കാണുന്നത് പോലെ ആയിരിക്കില്ല, ഡിഫറെൻറ്റ് ടൈപ്സ്. നമ്മൾ ഈ വരയ്ക്കുന്നത് പോലെയല്ല, കാണുന്നു. യു ഹാവ് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ഇറ്റ്. പല യൂസുകളിലുണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, show you one thing. This is sitting above the, this is it. വർക്ക് പീസ് ആണ് ഇത്. വർക്ക് പീസ് ആണ് നമ്മൾ ഉള്ളിലോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. റൈറ്റ്, യു ക്യാൻ സീ ദിസ്. വർക്ക് പീസ് ആണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഇന്റേണൽ ഗ്രൈൻഡിങ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ ഗ്രൈൻഡിങ്ങിലെ പ്ലാനറ്ററി ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നേരത്തെ ഈ ഒരു കണ്ട വീഡിയോസ് ഇല്ലേ, കുറെ സപ്പോർട്ടിങ് റോൾസ് വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. ബട്ട് ദ തിങ് ഈസ്, എങ്ങനെ, അതായത് ഏത് രീതിയിൽ കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് റിമൂവ് ചെയ്യുന്നു, മെറ്റൽ റിമൂവ് ചെയ്യുന്നു. സോ വർക്ക് പീസ് വിൽ ബി കോൺസ്റ്റന്റ്. ഓക്കെ, വർക്ക് പീസ് ഇസ് നോട്ട് റൊട്ടേറ്റിംഗ് ഓർ വർക്ക് പീസ് ഇസ് നോട്ട് റിവോൾവിങ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിൽ പോവാം. ഇസ് ദാറ്റ് ക്ലിയർ? സ്റ്റാൻഡേർഡ് ടൈപ്പ്, പ്ലാനറ്ററി ടൈപ്പ്, സെൻട്രലെസ് ടൈപ്പ്, മൂന്നിൻ്റെയും വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? ഇപ്പം നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ വീഡിയോ കണ്ടത് ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പാണ്. അതായത് വർക്ക് പീസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ചക്കിൽ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്റേണൽ ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്ന പർട്ടിക്കുലർ വീല് ഉള്ളിലോട്ട് ജസ്റ്റ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടത്. സെക്കൻഡ് വീഡിയോയിൽ കണ്ടത് പറഞ്ഞത് സെറ്റപ്പാണ്, ടോട്ടൽ സെറ്റപ്പാണ്. അത് മനസ്സിലാവണമെന്നില്ല. നമ്മൾ കുറേ സെന്റേഴ്സ് വെച്ചിട്ട് വിത്തൗട്ട് ഹോൾഡിങ്, യു മീൻ സെന്റർലെസ് റോളർ ടൈപ്പ് ഇന്റേണൽ ഗ്രൈൻഡിങ്സ് ആണ് നിങ്ങൾ കണ്ടത്. ലൈക്ക്, പക്ഷേ പ്ലാനറ്ററി മോഷൻസ് ആണ്. അതായത് അതിൽ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റേണൽ ഗ്രൈൻഡിങ്ങിന്, അതായത് ടോട്ടലി ഈ റൊട്ടേഷൻ വരുന്നുണ്ട്, ടോട്ടൽ റണ്ണ് വരുന്നുണ്ട്. നമ്മൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത്, റെഗുലേറ്റിംഗ് റോള് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ബാക്കിയൊക്കെ ഹോൾഡിംഗ് റോൾസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റൈറ്റ്. അതുപോലെ പ്ലാനറ്ററി ടൈപ്പ് ആണെങ്കിൽ വർക്ക് പീസ് റെസിപ്രോക്കേറ്റീവ് മോഷൻ ആയിരിക്കും ലാസ്റ്റ്. അതായത് ലാസ്റ്റ് കണ്ട പോലെ നമുക്ക് വർക്ക് പീസിന് ചെറിയൊരു റെസിപ്രോക്കേഷൻ മോഷൻ ഉണ്ടാവും. ഓക്കെ, ചെറിയൊരു റെസിപ്രോക്കേഷൻ. അല്ലെങ്കിൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമുക്കൊരു വർക്ക് പീസ് എടുക്കാം, ഹോളോ വർക്ക് പീസ് എടുക്കാം. അപ്പോൾ ഹോളോ വർക്ക് പീസിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു, ഒരു ഗ്രൈൻഡിങ് വീല് ടോട്ടലായിട്ട് കറങ്ങാന്ന് വിചാരിക്കുക ആ ടോട്ടൽ പീസിന്റെ ഉള്ളിൽ. റൈറ്റ്, അതൊരു പ്ലാനറ്ററി ടൈപ്പാണ്. ഓക്കെ,
എടാ ഒരു പക്ക ലോക്കൽ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് സർക്കസിന് പോയി കഴിഞ്ഞാൽ പിന്നെ കിണർ കണ്ടിട്ടില്ലേ? കിണറിൽ സർക്കസിന് പോയി കഴിഞ്ഞാൽ കിണർ കണ്ടിട്ടില്ലേ? നമ്മളെ ബൈക്കൊക്കെ പോകുന്ന അല്ലേ? അത് ശരിക്ക് അതായത് ഇപ്പൊ ബൈക്ക് എന്ന് പറയുന്നത് ഗ്രൈൻഡിങ് വീലാണെങ്കിൽ ആ ബൈക്കേഴ്സ് പോകുന്ന കണ്ടിട്ടില്ലേ? അതായത് ആ ത്രൂ ഔട്ട് ഫുൾ സർക്കിൾ മൊത്തം അവർക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അതിനെയാണ് ശരിക്കും ആ ഒരു മോഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു മോഷൻ വരുന്നുണ്ട്. അത് കൂടാണ്ട് ഈ ഒരു ടോട്ടൽ അതിന് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ഗ്രൈൻഡിങ് വീല് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ആ ഒരു ബൈക്കും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് അത് കറങ്ങുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്ലാനറ്ററി. മനസ്സിലായ? പ്ലാനറ്ററി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇന്റേണൽ ഗ്രൈൻഡിങ്, അതിനെയാണ് ആ ഒരു ടൈപ്പ് ഓഫ് ഇന്റേണൽ ഗ്രൈൻഡിങ്, അതിനെയാണ് നമ്മൾ പ്ലാനറ്ററി ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഇൻസൈഡാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇൻസൈഡ് ഹോളിൻ്റെ ഇൻസൈഡിലാണ് നമുക്ക് ഗ്രൈൻഡ് ചെയ്യേണ്ടത്. സോ ഒന്നിക്കൽ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നു, നമുക്ക് അതിനുള്ളിലോട്ട് ഒരു ഗ്രൈൻഡിങ് വീല് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ബട്ട് we will rotate grinding wheel throughout the surface, internal surface of the hole. Okay, bore. അപ്പം അതിന് ടോട്ടലി ഒരു ഈ പറഞ്ഞ പോലെ ടോട്ടൽ റൊട്ടേഷൻ, ആ ഒരു ടോട്ടൽ റൊട്ടേഷനും ഉണ്ടാവും. അത് കൂടാതെ എന്തുണ്ടാവും, ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൈൻഡിങ് വീലിന് റൊട്ടേഷൻ കൂടി ഉണ്ടാവും. സോ ഇറ്റ് റൊട്ടേറ്റ്സ് ഇറ്റ്സ് ഓൺ ആക്സിസ് ആസ് വെൽ ആസ് ഇറ്റ് covers whole the surface of the internal surface of the bore. Okay, അതിനാണ് നമ്മൾ പ്ലാനറ്ററി എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് 4 കൂടി പറഞ്ഞിട്ട് നമുക്ക് ഗ്രൈൻഡേഴ്സിന്റെ പരിപാടി തീർക്കാം. ഓക്കെ, സർഫേസ് ഗ്രൈൻഡർ. ഓക്കെ, നമുക്ക് ഈ ഫിഗറിലോട്ട് തിരിച്ചു വരാം. ആദ്യം നമുക്ക് ടൈപ്പ് പറയാം. സർഫേസ് ഗ്രൈൻഡേഴ്സ്. ഓക്കെ, 4 ടൈപ്പ് ഓഫ് സർഫേസ് ഗ്രൈൻഡിങ് ആണുള്ളത്. ഓക്കെ, അത് 4 ടൈപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഡയറക്ട്ലി. ഓക്കെ, ഡയറക്ട്ലി 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ ടൈപ്പ് സർഫേസ് ഗ്രൈൻഡർ. വൺ ഈസ് റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ ടൈപ്പ്. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ. രണ്ടാമത്തത് റോട്ടറി ടേബിൾ. ഓക്കെ, 2 ഉള്ളത്. റെസിപ്രോക്കേറ്റിംഗ് ടേബിളും ഉണ്ട്, റോട്ടറി ടേബിളും ഉണ്ട്. ഓക്കെ, 2 ടൈപ്സ്. അതിൽ തന്നെ രണ്ടെണ്ണം വെച്ചിട്ടാണ്. ഓക്കെ, സോ വൺ ഈസ് ഹൊറിസോണ്ടൽ സ്പിൻഡിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ. another one is horizontal spindle rotary table. ഓക്കെ, താഴെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫിഗർ? ഇതിന്റെ ഒരു ടൈപ്പാണ്. സോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അതായത് ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾ മേലെ കാണുന്നതാണ്. റൈറ്റ്, മേലെ കാണുന്ന 2ഉം ഹൊറിസോണ്ടൽ സ്പിൻഡിലാണ്. റൈറ്റ്, താഴെ കാണുന്നത് 2ഉം വെർട്ടിക്കൽ സ്പിൻഡിലാണ്. റൈറ്റ്, ഗ്രൈൻഡിങ് വീലിന്റെ സ്പിൻഡിലാണ് പറയുന്നത്. ശരിയല്ലേ? റെസിപ്രോക്കേറ്റിംഗ് സ്പിൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ കാണുന്ന 2 ഫിഗേഴ്സും റെസിപ്രോക്കേറ്റിംഗ് സ്പിൻഡിലാണ്. സോറി, ഹൊറിസോണ്ടൽ സ്പിൻഡിലാണ്. റൈറ്റ്, താഴത്തെ 2ഉം വെർട്ടിക്കൽ സ്പിൻഡിലാണ്. റൈറ്റ്, അതെ. മേലത്തെ 2എണ്ണത്തിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ എന്ന് പറയുന്നത്. അതിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ, റോട്ടറി ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി. അപ്പൊ താഴത്തെ എന്തായിരിക്കും? വെർട്ടിക്കൽ സ്പിൻഡിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ ഇത്, വെർട്ടിക്കൽ സ്പിൻഡിൽ റോട്ടറി ടേബിൾ ഇത്. റൈറ്റ്, സോ സർഫേസ് ആണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. സോ സർഫേസ് ഗ്രൈൻഡർ, സാധാരണ ഗ്രൈൻഡർ ഇല്ലേ, ഗ്രൈൻഡിങ് മെഷീൻ എടുത്തിട്ട് അളക്കുന്ന, നമ്മൾ ഈ മാവൊക്കെ ഇതാക്കുന്ന കണ്ടിട്ടില്ലേ, ഗ്രൈൻഡിങ് അല്ലേ? അത് ഇതേപോലത്തെ മോഡൽ അല്ലേ? അതെ, അതുപോലെ സർഫേസ് ഗ്രൈൻഡേഴ്സ് 4 ടൈപ്പ്. വൺ ഈസ് റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ ആൻഡ് അതർ വൺ ഈസ് റൊട്ടേറ്റിംഗ് ടേബിൾ വിത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്പിൻഡിൽ. അങ്ങനെ 4. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഹൊറിസോണ്ടൽ സ്പിൻഡിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ. ദിസ് വൺ, ഹൊറിസോണ്ടൽ സ്പിൻഡിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ റെസിപ്രോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഹൊറിസോണ്ടൽ സ്പിൻഡിലാണ്. വീല് ഹൊറിസോണ്ടലി എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ,
ആ പേരിൽ തന്നെ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ? ഹൊറിസോണ്ടൽ സ്പിൻഡിൽ or rotating table and horizontal spindle vertical table. Okay. റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത് വർക്ക് പീസ് വർക്ക് ടേബിൾ റെസിപ്രോക്കേറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് അല്ലെ അണ്ടർ ദ ഗ്രൈൻഡിങ് വീൽ. ഗ്രൈൻഡിങ് വീലിന്റെ താഴെയായിട്ട് ടേബിള് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ അല്ലെങ്കിൽ പ്ലാനാർ. ഓക്കെ, റൈറ്റ്. സോ ഇനി ഇതിൻ്റെ വീൽ ഹെഡിൻ്റെത് ഹൊറിസോണ്ടൽ ടൈപ്പ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ടൈപ്പ് ആണെങ്കിൽ എന്താണ് ഫേസ് അല്ലെ? ഈ വീലിൻ്റെ ഈ ഒരു സൈഡിലായിരിക്കും അല്ലെ, ഗ്രൈൻഡിങ് വീലിൻ്റെ ഈ ഒരു സൈഡാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് പീസിൻ്റെ മേലെ ഫേസ് ചെയ്യുന്നത്. റൈറ്റ്. റൈറ്റ്. ഓക്കെ. ഇനി ഇതിലാണെങ്കിലോ റൊട്ടേറ്ററി ടേബിൾ വെർട്ടിക്കൽ സ്പിൻഡിലാണെങ്കിലോ, ഇത് വെർട്ടിക്കൽ സ്പിൻഡിലാണെങ്കിൽ വെർട്ടിക്കൽ സ്പിൻഡിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ ആണെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് ഫ്ലാറ്റ് സർഫേസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, വീല് ഡയറക്ട്ലി പെർപെൻഡിക്കുലറി ആണ് നമുക്ക് എന്തിൽ ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ടേബിളിലോട്ട് ആക്ട് ചെയ്യണം. റൈറ്റ്. നമുക്ക് വീൽ ഹെഡ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ വീൽ ഹെഡ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് റിമൈനിങ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ അല്ലെ, അപ്പ് ആൻഡ് ഡൗൺ മോഷൻസിൽ ഫീഡ് കൊടുക്കും അല്ലെ, ഫീഡ് ഡൗൺ മോഷൻ അല്ലെ, റൈറ്റ്. ആ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നില്ല, ഫീഡ് ഡൗൺവേർഡ്സ് കൊടുക്കുന്നു, ദിസ് വിൽ റൊട്ടേറ്റ് ഇറ്റ്. അതേപോലെ ഇവിടെയും അതുപോലെ ഇൻ ഫീഡ് ഡൗൺവേർഡ്സ് കൊടുക്കുന്നു, ദിസ് വിൽ റൊട്ടേറ്റ്. റൈറ്റ്. അപ്പം റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ ഇത് ഒരു ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു കൂളന്റ് നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ഒരു ആനിമേഷൻ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, കൂളന്റ് സിലിണ്ടറിക്കലിൽ കൂളന്റ് വരുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ നമ്മൾ ഇതിലും കൂളന്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. കൂളന്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് യു വിൽ റൈറ്റ് can see this coolant supply, right? Coolant supply സൈഡിലൂടെ കൂളന്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. വീൽ സ്പിൻഡിൽ ഹൊറിസോണ്ടൽ വീൽ സ്പിൻഡിലാണ് ഫസ്റ്റ് പറയുന്നതെങ്കിൽ, ഹൊറിസോണ്ടൽ സ്പിൻഡിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ പറയുന്നതാണെങ്കിൽ ദിസ് ഗ്രൈൻഡിങ് വീൽ വിൽ ബി ഇൻ ഹൊറിസോണ്ടൽ പൊസിഷൻ അല്ലെ, സ്പിൻഡിലിന്റെ ഹൊറിസോണ്ടൽ പൊസിഷൻ ആയിരിക്കും. ടേബിൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഫീഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൈൻഡിങ് വീൽ ചെറുങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ഫീഡ് ആണ് ചെയ്യുന്നത്. ദിസ് വിൽ റൊട്ടേറ്റ് ഇറ്റ്. ഓക്കെ. Any wheel downward feed determines the depth of cut, right? This is called horizontal spindle reciprocating table. When it comes to rotating table, wheel head reciprocates slowly about its axis. Okay, wheel head reciprocate. Okay, ഈ ഒരു വീൽ ഹെഡ് ഇതാ ഇവിടെ ഒരു എയറോ കാണുന്നില്ലേ, വീൽ ഹെഡ് ടോട്ടൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യും. ഫോർ എ സ്മോൾ വളരെ ചെറിയ ആക്സിസ്, വളരെ ചെറിയൊരു റെസിപ്രോക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഷേപ്പർ പോകുന്ന പോലെ ഒരു റെസിപ്രോക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. യു വിൽ ഹാവ് എ സ്മോൾ റെസിപ്രോക്കേഷൻ മോഷൻ. ഓക്കെ. ഗ്രൈൻഡിങ്ങിന്റെ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ഫേസ് അല്ലെ, ഈ ഒരു ഫേസ് ഇത് ഫുൾ റൊട്ടേഷൻ ചെയ്യും. ലൈക്ക് വൈസ് വർക്ക് ടേബിൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, കൂളന്റ് സപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ചെറിയൊരു റെസിപ്രോക്കേഷൻ ഉണ്ടാവും. സോ ദാറ്റ് ദിസ് ഈ ഒരു ടോട്ടൽ ഏരിയ അല്ലെ, ഈ വർക്ക് പീസിന്റെ ഈ ഒരു ടോട്ടൽ ഏരിയ കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. യൂസ്ഡ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് വർക്ക് പീസസ്. സോ ഹൊറിസോണ്ടൽ സ്പിൻഡിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ ആയി, ഹൊറിസോണ്ടൽ സ്പിൻഡിൽ റോട്ടറി ടേബിൾ ആയി. നിങ്ങൾക്ക് ഈ ഫിഗർ വരക്കാൻ പറ്റണം, ഈ ഒരു ഫിഗർ. ഓക്കെ, ഇതേപോലെ സ്കീമാറ്റിക്കലായിട്ട് വരക്കാൻ പറ്റണം. ഓക്കെ, this you should learn. Now അടുത്തത് വെർട്ടിക്കൽ സ്പിൻഡിലിന്റെ കാര്യമാണ് പറയുന്നത്. സോ വെർട്ടിക്കൽ സ്പിൻഡിൽ റൊട്ടേറ്റിംഗ് ടേബിൾ ആൻഡ് വെർട്ടിക്കൽ സ്പിൻഡിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ. ഇനി വെർട്ടിക്കൽ സ്പിൻഡിൽ റെസിപ്രോക്കേറ്റിംഗ് ടേബിൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഓക്കെ, ഒരു ഫ്ലാറ്റ് അല്ലെ, നമ്മുടെ ഫീഡിങ് ഇത് റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ടോട്ടൽ സർഫേസ്, വർക്ക് പീസിന്റെ ടോട്ടൽ സർഫേസിൽ നമുക്ക് എന്താ ഈ കമ്പിത്തിരിയൊക്കെ കമ്പിത്തിരി എന്ന് പറയുന്നത് എന്തായിരുന്നു പേര്, നമ്മുടെ നിലച്ചക്രമൊക്കെ കറങ്ങുന്നത് പോലെ ഇത് കറങ്ങും. റൈറ്റ്.
റൈറ്റ്? വീലിന്റെ സ്പിൻഡിൽ ഉണ്ട്, സ്പിൻഡിലിന് റൊട്ടേഷൻ ചെയ്യുന്നുണ്ടാവും, ജസ്റ്റ് ഇൻ ഫീഡ് കൊടുക്കുന്നുണ്ടാവും അല്ലെ. സോ എ കപ്പ് ടൈപ്പ് സിൽം ഗ്രൈൻഡിങ് വീൽ ഈസ് യൂസ്. ഒരു കപ്പ് ടൈപ്പ് ഗ്രൈൻഡിങ് വീലാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് ഓർ സൈഡ് ഓഫ് ദി ഗ്രൈൻഡിങ് വീൽ കട്ട്സ് ദ മെറ്റൽ അല്ലെ. ഫേസ് സൈഡ് അല്ലെ, ഫേസ് സൈഡ് എന്നാണ്. സൈഡ് ഓഫ് ദ മെറ്റൽ കട്ട്സ് ദ ഗ്രൈൻഡിങ് വീൽ. മെറ്റലിന് ഗ്രൈൻഡിങ് വീലിലുള്ള ഫേസ് സൈഡ് ആണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൈൻഡിങ് ഫ്ലാറ്റ് സർഫേസസ് ഓൺ മീഡിയം സൈസ് വർക്ക് പീസസ് ആണ് പൊതുവെ നമ്മൾ വെർട്ടിക്കൽ സ്പിൻഡിൽ റെസിപ്രോക്കേറ്റിംഗ് ടാബിളിൽ ചെയ്യുന്നത്. നൗ വേർട്ടിക്കൽ സ്പിൻഡിൽ റോട്ടറി ടാബിൾ. ഓക്കെ, വേർട്ടിക്കൽ സ്പിൻഡിൽ റോട്ടറി ടാബിൾ. സോ വെർട്ടിക്കൽ റോട്ടറി ഗ്രൈൻഡർ എന്നാണ് പറയുക, വെർട്ടിക്കൽ റോട്ടറി ഗ്രൈൻഡർ. ഓക്കെ, അതിൽ ഇറ്റ് ഹാസ് എ സിലിണ്ടറിക്കൽ വീൽ അല്ലെ, സിലിണ്ടറിക്കൽ വീൽ. വെർട്ടിക്കൽ സ്പിൻഡിൽ ചെയ്ത ഒരു കപ്പ് ടൈപ്പ് സിലിണ്ടറിക്കൽ വീലാണ് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. സെയിം മോഡൽ റൈറ്റ്. വെർട്ടിക്കലിന് രണ്ടും വീൽ ഹെഡ് കാണാൻ സെയിം ആയിരിക്കും. ഓക്കെ, സോ ദിസ് വെർട്ടിക്കൽ കോളം ഈസ് ലോവേർഡ് ഓർ റേസ്ഡ്. ഈ പറയുന്നത് പോലെ തന്നെ നമുക്കിതിൽ ടച്ച്, ഇൻഫീഡ് അല്ലെ, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. അതിനാണ് നമുക്ക് നേരത്തെ ഉള്ളത് ചെറിയൊരു റൊട്ടേഷൻ. ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് ടാബിളിലുള്ള വെർട്ടിക്കൽ അല്ലെ, ഹൊറിസോണ്ടൽ സ്പിൻഡിൽ റോട്ടറി ടാബിളിൽ ഇതിലൊരു മോഷൻ കൊടുത്തതുപോലെ ഇതിലെന്താണ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻസ് ആണ് വരിക അല്ലെ. യു ക്യാൻ ഇമാജിൻ റൈറ്റ്. ഈ ഒരു 4 ഫിഗറിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാനതിങ്ങനെ പറയുന്നത് ഈ ഒരു പ്രോസസ്സ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൊറിസോണ്ടൽ സ്പിൻഡിൽ ടേബിൾ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഈ ഷേപ്പറിൽ കാണുന്ന പോലെ ഡയറക്റ്റ് ഒറ്റയടിക്ക് റെസിപ്രോക്കേറ്റ് ചെയ്തിട്ട് ക്വിക്ക് റിട്ടേൺ വരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ട്രാവേഴ്സ് മോഷൻ ചെയ്യുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ്, അത് നീ സ്ലിപ്പിന്റെ കാര്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്താ ചിന്തിച്ചിട്ടുണ്ടാവുകയെന്ന്. നമ്മൾ ഷേപ്പറിലുള്ളത് പോലെ നമുക്ക് ഡയറക്റ്റ്ലി റെസിപ്രോക്കേറ്റിംഗ് എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ തന്നെ. അത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, ക്വിക്ക് റിട്ടേൺ ആയിട്ട് വരുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ട്രാവേഴ്സ് മോഷൻ എന്ന് മാത്രം. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ചു. ഓക്കെ, ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഗ്രൈൻഡിങ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു സൈഡിൽ ഫിക്സ് ചെയ്ത് ഗ്രൈൻഡിങ് വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ നമ്മൾ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരു പർട്ടിക്കുലർ ഡെപ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഡെപ്ത് ഓഫ് കട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിന് ടേബിളിനാണ് മൂവ്മെന്റ് വരുന്നത്. ടേബിൾ ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വരും. ലൈക്ക് വൈസ് റിട്ടേൺ മൂവ് ചെയ്ത് അങ്ങോട്ട്. റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. അതായത് ട്രാവേഴ്സ് മോഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ്. ഓക്കെ, അതിൽ നിങ്ങൾ ഷേപ്പറിലുള്ളത് പോലെ ഡയറക്റ്റ് ക്വിക്ക് റിട്ടേൺ വന്ന് അങ്ങനെ ഒരു റെസിപ്രോക്കേറ്റിംഗ് സ്ലിപ്പ് സംഭവിക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഫുള്ള് കവർ ചെയ്യാനാണ് ഈ ക്രോസ് ഫീഡ് വരുന്നത്. റൈറ്റ്, മനസ്സിലാവുന്നില്ലേ? ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രോസ് ഫീഡ്. റൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ 4 എണ്ണവും വരുന്നത്. അതിൽ എന്താണ് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഫീഡ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഓക്കെ, ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുക്കാം. വെയിറ്റ്.